ജൂൺ 4 ചൊവ്വാഴ്ച. മാർക്കോസ് 12:13 മുതൽ 17 വരെ വാക്യങ്ങൾ. യേശുവിനെ കുടുക്കാൻ ഫരിസേയർ ഇന്ന് മറ്റൊരു തന്ത്രം പരീക്ഷിക്കുകയാണ്. സീസറിന് സെൻസസ് ടാക്സ് കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ എന്ന് അവർ അവനോട് ചോദിക്കുന്നു. ഈ ചോദ്യത്തിലൂടെ യേശുവിനെ കുടുക്കാനാണ് അവരുടെ പ്ലാൻ. എന്നിരുന്നാലും അവർ എന്താണ് ചെയ്യുന്നതെന്ന് യേശു മനസ്സിലാക്കി. കപട നാട്യക്കാരാണെന്ന് തിരിച്ചറിഞ്ഞ യേശു എന്തിനാണ് തന്നെ പരീക്ഷിക്കുന്നതെന്ന് അവരോട് ചോദിക്കുന്നു. അക്കാലത്ത് യഹൂദർ റോമൻ ചക്രവർത്തിയായ സീസർ അഗസ്റ്റിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. സാധാരണ യഹൂദന്മാർ റോമാക്കാരെ വെറുത്തു. അടിച്ചമർത്തൽ മാത്രമല്ല കാരണം, അതിലും പ്രധാനമായി ഈ വിദേശികൾ ഏക ദൈവത്തിലുള്ള വിശ്വാസം പങ്കിടാത്തതിനാലായിരുന്നു. സീസറിന് നികുതി നൽകുന്നതിനെക്കുറിച്ചുള്ള അവരുടെ ചോദ്യം തീർച്ചയായും യേശുവിനെ ഒരു ബന്ധനത്തിലാക്കും എന്ന് അവർ വിചാരിച്ചു. റോമൻ സാമ്രാജ്യത്തിന് നികുതി അടയ്ക്കുന്നത് നിയമാനുസൃതമാണെന്ന് യേശു പറയുകയാണെങ്കിൽ അവൻ തൻ്റെ അനുയായികളെ അകറ്റുകയും അവനെ ഒരു രാജ്യദ്രോഹിയായി കണക്കാക്കുകയും ചെയ്യും. സീസറിന് നികുതി കൊടുക്കുന്നത് ശരിയല്ല എന്ന് അവൻ പറഞ്ഞാൽ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കും, അനുസരണക്കേടും കാണിക്കും എന്ന് റോമൻ അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ യേശു അടുത്ത് നിൽക്കുന്ന ഒരാളോട് ഒരു ദനാറ ആവശ്യപ്പെടുന്നു. കയ്യിൽ നാണയം കിട്ടിയപ്പോൾ യേശു ഫരിസേയരോട് ചോദിക്കുന്നു, ഈ നാണയത്തിൽ ആരുടെ ചിത്രമാണുള്ളത്? സ്വാഭാവികമായും അവർ പറഞ്ഞു, സീസറിൻ്റേത്. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. അവരോട് തർക്കിക്കാനൊന്നും പോയില്ല കർത്താവ്. അവൻ്റെ ഉത്തരത്തോട് തർക്കിക്കാൻ അവർക്കും കഴിഞ്ഞില്ല. മാർക്കോസ് പറയുന്നു, അവൻ്റെ ഉത്തരം കേട്ട് അവർ തികച്ചും ആശ്ചര്യപ്പെട്ടു. നിങ്ങൾ എപ്പോഴെങ്കിലും തന്ത്രപരമായൊരു ചോദ്യം ചോദിച്ച് ദൈവത്തെ കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും ചില സമയങ്ങളിൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഇങ്ങനെ ചെയ്യുന്നതായി കാണാം. ദൈവത്തിന് നാം എന്താണ് കൊടുക്കുന്നത്? അത് നിങ്ങളുടെ പണമോ സമയമോ അതോ മറ്റെന്തെങ്കിലും സമ്മാനമാണോ? തീർച്ചയായും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. നാം ഓരോരുത്തരും പൂർണ്ണ ഹൃദയത്തോടെ നമ്മെ തന്നെ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാമോ? അതോ നമ്മൾ എളുപ്പമുള്ളത് എന്തെങ്കിലും ചെയ്യുകയും കുറച്ച് പണമോ കുറച്ച് സമയമോ മാത്രം നൽകുകയാണോ? അതോ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതും തൃപ്തികരവുമായത് ദൈവത്തിനും നമുക്ക് ചുറ്റുമുള്ളവർക്കും നൽകാൻ നാം തയ്യാറാണോ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.